ഹലോ, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ബാൽക്കണിയിലൊക്കെ വന്ന് നിന്നതാണ്. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം, നടക്കാൻ പോകണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നല്ല തണുപ്പാണ് കേട്ടോ 2 ദിവസമായിട്ട് ദുബായിൽ. ഒരു രക്ഷയില്ല. ജാക്കറ്റൊക്കെ ഇട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനേ തോന്നണില്ല, അത്ര മടിയായിട്ട് വയ്യ. അങ്ങനെ ഇപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ കിച്ചണിലേക്ക് കയറിയതാണ് കേട്ടോ. ചായയും എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ടീ കേക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതിന് ഞാനൊരു അഡിക്റ്റാണ് കേട്ടോ. അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് സംഭവം തീരുകയും ചെയ്യും. ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വഴക്ക് പറയും കേട്ടോ. കാരണം ഡെയിലി ഇത് കഴിച്ചിട്ട് അതൊരു ഹാബിറ്റാക്കി എടുക്കരുതെന്നും പറഞ്ഞപ്പോഴും പറയും അങ്ങനെ. പക്ഷെ ഞാനത് ഇടക്ക് വാങ്ങി സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ അത് കഴിച്ച് കുടിച്ച് കുറേ നേരം ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഫോണൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു. ഇന്ന് പുട്ടും പയറുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. അപ്പോൾ പുട്ടിന് നേരത്തെ തന്നെ പൊടി വാട്ടി വെച്ചിരുന്നു, പയറും വേവിച്ചായിരുന്നു. അങ്ങനെ പയർ കറി വെക്കാൻ പോവാണ്. ഞാൻ ചെറിയൊരു കറി ചാറോട് കൂടി തന്നെയാണ് കേട്ടോ പയർ വയ്ക്കാറ്. ഇവിടെ റോസ്റ്റ് പോലെ വെക്കുന്നതിനോട് അങ്ങനെ താല്പര്യമില്ല. അങ്ങനെ സവാള, ഇഞ്ചി, ഒരു വെളുത്തുള്ളി ഇടും കേട്ടോ. കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി ചതമുളക് ഇടും. നല്ലപോലെ വഴറ്റിയതിന് ശേഷം വേവിച്ച പയറിടുക. പയർ ഒരു വിസിലടിച്ച് ഒരു 4-5 മിനിറ്റ് സിമ്മിലിട്ടാൽ തന്നെ പയർ വേവും. തലേദിവസം വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പയർ. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, വേറെ പൊടികളുടെ ഒന്നും ആവശ്യമില്ല. നല്ല പയർ കറിയാണ് കേട്ടോ. അപ്പോൾ കറി പോലെ വെക്കണതാണ് ഇവിടെ ഇഷ്ടം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. പുട്ടിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഉറക്കമാണ്. എക്സാമാണ്, ക്ലാസ് തുടങ്ങി 2 ദിവസം കഴിഞ്ഞ എക്സാമാണ്. അപ്പോൾ പഠനവും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നടക്കുന്നുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടണില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ എണീറ്റു. കട്ടൻ ചായക്കുള്ള വെള്ളമാണ് തിളപ്പിച്ചത് കേട്ടോ. അതുപോലെ നമ്മൾ സ്റ്റേക്കേഷൻ പോയി വന്ന് കഴിഞ്ഞപ്പോൾ ഒരു ലോഡ് ഡ്രസ്സ് അലക്കാനും വിരിക്കാനും മടക്കാനും ഒരു ദിവസത്തേക്ക് പോയതാണെങ്കിൽ കൂടി പൂളിൽ ഇറങ്ങിയത് ഇറങ്ങാത്തത്, മുഷിഞ്ഞത് മുഷിയാത്തത് എന്ന് തുടങ്ങി വീട്ടിലെ എല്ലാ ഡ്രസ്സുകളും പുറത്ത് വന്നിരിക്കണ ഫീലാണ് കേട്ടോ. ഇത് അലക്കി ഉണക്കി എന്ന് തീരുമെന്ന് അറിയില്ല, അത്രയ്ക്കുണ്ട്. പിന്നെ ഉണങ്ങാനായിട്ടാണെങ്കിലും ഒരു ദിവസം എടുക്കും. നല്ല തണുപ്പ് ക്ലൈമറ്റ് ആയതുകൊണ്ട് വെയിൽ കുറവാണ്. അപ്പോൾ ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ ഒരു ചെറിയ സ്പേസിലിട്ടിട്ട് നമുക്ക് ഉണക്കിയെടുക്കാൻ വേണ്ടേ. അപ്പോൾ അതും വെയിറ്റിംഗ് ആണ് കേട്ടോ. ഉണങ്ങി വരുമ്പോഴത്തേനും 2-3 ബക്കറ്റ് അലക്കിയത് വെയിറ്റിംഗ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് ക്ലീൻ ആക്കിയിട്ട് അപ്പിക്ക പോകാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കൊരു മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ പുട്ടും പയറും ചെറിയൊരു 2 ബുൾസൈ ഉണ്ടാക്കിയിട്ടോ. വേറെ ഒന്നുമില്ല സ്പെഷ്യൽ. അങ്ങനെ ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനപ്പോൾ കഴിച്ചില്ല. ചായ കുടിച്ചാൽ പിന്നെ ഞാൻ കുറേ ടൈം എടുക്കും. അപ്പോൾ പിള്ളേരും ഇക്കായും കൂടി കഴിച്ചു. ഇതെൻ്റെ ഹെൽപ്പറാണ് കേട്ടോ. എല്ലായിടവും ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ആളെ ഞാനൊന്ന് ഓണാക്കി വിടും. വീടടിച്ച് വരുമ്പോൾ ഞാൻ വിചാരിക്കും 5-6 ദിവസമായിട്ട് ക്ലീൻ ചെയ്യാത്ത വീട് പോലെ കിടക്കും കേട്ടോ. പിള്ളേർ വീട്ടിലും കൂടി ഉള്ളതുകൊണ്ട് പറയണ്ട. ഇതെൻ്റെ ഗ്ലാസ് ക്ലീനറാണ്. അങ്ങനെ ഓരോ റൂമുകൾ ക്ലീൻ ചെയ്ത് അടിച്ചു വാരി തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 11:30 ഒക്കെ ആവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ പണികൾ കുറച്ച് ലേറ്റ് ആവുന്നത്. ആളിറങ്ങിയാലാണ് എനിക്ക് ക്ലീനിങ്ങിന് ഇറങ്ങാൻ പറ്റുള്ളൂ. ക്ലീനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേനും ലഞ്ച് വെക്കാൻ സമയമാവും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഹാറുവിൻ്റെ ഇഷ്ടംപോലെ ടോയ്സ് എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറക്കി കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്ത് വെക്കും. പിന്നെ ഞാൻ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയിടും. പിന്നെ ഞാൻ കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് കളിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തൊടാ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കുളിച്ച് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് വന്നത്. അങ്ങനെ തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു, തിളപ്പിച്ചൂറ്റാനും ഉണ്ടായിരുന്നു. അത് തികയില്ല, അപ്പോൾ ചോറ് വെക്കണമുണ്ട്. ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കാറ്. കുത്തരിയും ജയാരിയും രണ്ടും മാറി മാറിയാണ് കേട്ടോ വെക്കൽ. പിന്നെ ഞാൻ തലേ ദിവസം രാത്രി ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കോലും കൂടി തേങ്ങ അരച്ച കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്ന് ഉച്ചക്കലത്തേക്കും കൂടിയാണ് വെച്ചേക്കണത്. അപ്പോൾ രാത്രി ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ വേപ്പില പറിക്കാൻ പോയതാണ് കേട്ടോ. മക്കളൊരു തമിഴ് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചെമ്മീനും മാങ്ങയും മുരിങ്ങാക്കോലും കൂടി തേങ്ങ അരച്ച് ഉള്ള കറിയാണ്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അത് എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെ ആയിരിക്കും. അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി താളിച്ചൊക്കെ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ലോക്ക് ചെയ്ത് ഇങ്ങനെ വെക്കുകയാണ്.
അത് കഴിഞ്ഞ് മൂടി കുറച്ച് നേരത്തേക്ക് തുറക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ അതിൻ്റെ അകത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. കുറേ നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ മൂടി ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തലേ ദിവസം അതുണ്ടാക്കി വെച്ചതാണ് കേട്ടോ അത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് കയറി. അങ്ങനെ അച്ചിങ്ങയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ക്ലീൻ ചെയ്ത് നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്യാരറ്റ് കണ്ട ഒരാൾ വന്ന് പറക്കി തിന്നണ രംഗമാണ് കേട്ടോ ഈ കാണുന്നത്. ക്യാരറ്റ് എവിടെ കണ്ടാലും മൂപ്പര് ഓടി വരും, കട്ട് ചെയ്തതൊക്കെ എടുത്തുകൊണ്ടൊക്കെ പോവും. അപ്പോൾ ആറുവിൻ്റെ ഫ്രണ്ട് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടി PS5 കളിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചോറ് ഇന്നലത്തെ ചോറാണത് തിളപ്പിച്ച് ഊറ്റുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ പച്ചക്കറികൾ വെളിച്ചെണ്ണയിൽ തന്നെ വഴറ്റി എടുക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. പക്ഷെ സമയം ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ കുറച്ചൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ വിസിലടിച്ച് വേവിച്ചെടുത്തിട്ട് ശേഷം ഉള്ളി മുളക് പിടിച്ചിട്ട് ഞാനങ്ങോട്ട് വഴറ്റിയെടുത്തു. വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ശരിക്കും നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ പച്ചക്കറികൾ അരിഞ്ഞ് അതിലിട്ട് വഴറ്റിയെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഹംദാന് അങ്ങനെ ഫുഡെല്ലാം റെഡിയായി. ഹംദാൻ ഇതേ വിളമ്പി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനെൻ്റെ ചോറ് എടുക്കുകയാണ്. എനിക്ക് സ്റ്റീൽ പ്ലേറ്റിൽ വിളമ്പുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫിഷ് നേരത്തെ മസാല തേച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതും ഫ്രൈ ചെയ്തു. ചെമ്മീൻ, മാങ്ങ, മുരിങ്ങാക്കോൽ കറിയുണ്ട്, കുറച്ച് മാങ്ങ ചമ്മന്തി ഉണ്ട്, തോരനുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. എനിക്കെന്നും നാടൻ ലഞ്ചാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. എനിക്ക് എന്ത് ബിരിയാണി ഉണ്ടെങ്കിലും മന്തി ഉണ്ടെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതലത് കഴിക്കാൻ പറ്റില്ല കേട്ടോ. മീൻകറി, ചോറ്, നാടൻ കറികൾ, കേരള മീൽസിനോടാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ആസ്വദിച്ച് ഞങ്ങളതിനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹാറൂനും ഹാസിമിനും കൊടുത്തു, ഞാനും ഹംദാനുമാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ കുരുത്തക്കേടിന് വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞൊരു ലോഡ് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചൺ ക്ലോസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഉച്ചക്കലത്തെ പരിപാടികൾ കഴിഞ്ഞ് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.